ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും ഞാൻ കുറച്ചധികം കിച്ചൺ ടിപ്സുകളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ചധികം കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണം. പിന്നെ അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടോ എന്തൊക്കെയാണ് നിങ്ങളുടെ കമൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നമ്മൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇതേപോലെ തന്നെ കുറച്ചധികം ടിപ്സുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഞാൻ ക്യാബേജ് വെളുത്തുണ്ടല്ലോ അത് ഉപ്പേരി വെക്കുമ്പോൾ ടേസ്റ്റ് കൂടാനായിട്ട് ചേർക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് നമ്മൾ കുറച്ച് പരിപ്പുണ്ടല്ലോ, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പരിപ്പ്, അത് കുറച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ചേർക്കുമ്പോൾ നല്ലൊരു എക്സ്ട്രാ ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഒരു ക്യാബേജ് തോരന്. നമുക്കിങ്ങനെ ഇടയിൽ ഇങ്ങനെ ഒരു പരിപ്പും ഉഴുന്നൊക്കെ ഇങ്ങനെ മൂത്തിട്ട് അതൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞാനിതിലേക്ക് ക്യാബേജ്, അതേപോലെ തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും വേപ്പിലയൊക്കെ ഒന്ന് നന്നായിട്ട് കൈവച്ചിട്ട് തിരുമ്പി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വെക്കാത്തവർ ഇതേ രീതിയിലൊന്ന് വെച്ച് നോക്കിട്ടാ. നമ്മൾ തേങ്ങയൊക്കെ ഒതുക്കി നമ്മൾ വേറെ ഇടുന്നതിനേലും എനിക്ക് ഇങ്ങനെ വെച്ചപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് തോന്നിയിട്ടാ. പിന്നെ ഈ ഒരു പരിപ്പും ഉഴുന്നും ചേർക്കാനായിട്ട് നിങ്ങൾ എന്തായാലും മറക്കരുത്, അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുന്നുണ്ട്. അടച്ച് മൂടിയൊന്നും വെക്കുന്നില്ല കേട്ടോ. ഞാൻ തുറന്ന് വെച്ചിട്ട് തന്നെ ക്യാബേജ് ഇതേപോലെ ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്ക്. ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല സിമ്പിളായിട്ട് കറിയൊന്നും ഇല്ലാത്തൊരു കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം, അത്യാവശ്യം വലിയ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൽ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കുറച്ച് 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിക്കുക കേട്ടോ. വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരഞ്ഞു കിട്ടാനായിട്ടുള്ള ആവശ്യത്തിന് ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരിപ്പൊടിയൊക്കെ ഇടുമ്പോൾ അടിയിൽ പോയി കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നീർദോശക്കൊക്കെ ബാറ്റർ റെഡിയാക്കി എടുക്കൂലേ, അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. കണ്ട ഈ ഒരു ലൂസിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. അത്യാവശ്യം നന്നായിട്ട് കട്ടി കുറഞ്ഞ രീതിയിലുള്ള ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കണം. ഇനിയിപ്പോൾ നമുക്കതവിടെ മാറ്റി വെക്കാം. ചുടുന്ന ആ ഒരു ടൈമിൽ ഞാനിതിലേക്ക് ഒരു പകുതി സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തതും, അതേപോലെ കുറച്ച് മല്ലിയിലയും കുറച്ച് വേപ്പിലയും കൂടെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുട്ടികളുള്ളതിൻ്റെ പേരിൽ ഇടുന്നില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1-2 ടീസ്പൂണോളം നല്ല നാടൻ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ ഇതേപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പം അത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പാനൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഓരോ തവി മാവായിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് വേറെ കറികളൊന്നും വേണ്ടാട്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു അപ്പം വെറുതെ നമുക്ക് നല്ല മുരിയിച്ച് നല്ല ക്രിസ്പി ആക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ ഇത് മാത്രമായിട്ട് കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കണ്ടതാ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നിങ്ങളിത് ക്രിസ്പി ആക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ നല്ലൊരു മുരിച്ചിൽ ഇതിന് കിട്ടൂല കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ ചുട്ടെടുക്കുക. അപ്പോൾ ഇതിന് വേറെ കറികളൊന്നും വേണ്ടട്ടെ. കാരണം ഓൾറെഡി നമ്മളിതിൽ സവാള, അതേപോലെ മല്ലിയില, ഇഞ്ചി ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഒരു അപ്പത്തിന് തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാത്രിയൊക്കെ വന്നിട്ട് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലം ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാനിന് നന്നായിട്ട് ചൂടുണ്ടാവണം. എന്നാൽ ഇതേപോലെ ഹോൾസുകൾ വരുള്ളൂ കേട്ടോ, നീർദോശ പോലെ വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം മീഡിയത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗവും ഈവനായിട്ടൊന്ന് മുരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഓരോന്നും ചുട്ടെടുക്കുന്നുണ്ട്.
അപ്പോൾ അതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു നുള്ളു കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും എക്സ്ട്രാ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാത്തവർ ഒരു പ്രാവശ്യം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ. നമുക്ക് സമയമില്ലാത്ത നേരത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ള ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നല്ലൊരു ഇഡ്ഡലിയുടെ ബാറ്റർ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊന്തി നല്ല ഫ്ലഫി ആയിട്ട് വരുന്നൊരു ഇഡ്ഡലിയുടെ ബാറ്ററിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1.5 കപ്പ് സാധാ പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്, നമുക്ക് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയതോ ഏതായാലും കുഴപ്പമില്ല, ഇഡ്ഡലി റൈസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ 1.5 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരെ പകുതി ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ടുള്ള ഉഴുന്നാണ്, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഉഴുന്ന് നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് രണ്ടും ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആണ് വെള്ളത്തിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ പച്ചരി ഒരു 3-4 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കുക. ഉഴുന്ന് ഒരു 2 പ്രാവശ്യം മാക്സിമം കഴുകിയാൽ മതി കേട്ടോ. അതിലുള്ളൊരു സ്റ്റാർച്ച് കണ്ടന്റ് പോവരുത്. എന്നിട്ട് ഇത് രണ്ടും നമുക്ക് ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നന്നായിട്ട് സോക്കായിട്ട് വന്നോളും. അപ്പം ഞാനൊരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും കഴുകിയിട്ട് കുതിരാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കും. അപ്പോൾ വൈകുന്നേരമൊക്കെ സന്ധ്യ ആവുന്ന സമയത്ത് നമുക്ക് എടുത്ത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് ഞാൻ വൈകുന്നേരം സന്ധ്യ ആയപ്പോഴാണ് ഇതിപ്പോൾ എടുത്തേക്കണത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പച്ചരിയും ഉലുവയും കൂടെ ഉള്ള ബാറ്റർ അരച്ചെടുക്കണം. അപ്പം നമ്മളിത് അരയ്ക്കുന്നത് ഈ ഒരു ഉഴുന്ന് സോക്ക് ചെയ്ത വെള്ളത്തിലാണ്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു വെള്ളം നമുക്കൊരു കപ്പിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതാ ഞാൻ പച്ചരിയും ഉലുവയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ചെറിയ തരികളോട് കൂടിയിട്ട് വേണം നമ്മൾ പച്ചരി എപ്പോഴും അരച്ചെടുക്കാനായിട്ട്. പിന്നെ മിക്സിയുടെ ജാറ് ചൂടാക്കാണ്ട് നോക്കണം കേട്ടോ. അതിനാണ് നമ്മൾ ഈ ഒരു പച്ചരി ആണെങ്കിലും ഉഴുന്നാണെങ്കിലൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ച് തന്നെ എടുക്കുക. ഇനി പച്ചരി അരച്ചതിന് ശേഷം ഞാനിതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പിനേലും ഒരു കുറച്ച് 1/4 കപ്പ് എടുത്തിട്ടില്ല ചോറ്, വൈറ്റ് റൈസ് നമ്മൾ സാധാ കുക്ക് ചെയ്യുന്ന ചോറ്, അതും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് നമ്മൾ ഉഴുന്ന് സോക്ക് ചെയ്ത് ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് പഞ്ചസാര കേട്ടോ, 1 ടീസ്പൂണൊക്കെ മതിയാവും പഞ്ചസാര ഒഴിച്ചു കൊടുക്കുക. പിന്നെ നല്ലൊരു സോഫ്റ്റ്നെസ്സിന് എക്സ്ട്രാ ഇഡ്ഡലി ബാറ്റർ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ കുറച്ച് നല്ലെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിക്കുക. ഒരു ടിപ്പ് നല്ല കിഡിലനാണ് കേട്ടോ. അപ്പം നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഉഴുന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വെള്ളം കുറച്ചിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ നല്ല മാക്സിമം നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ. പച്ചരി നേരി തരികളോട് കൂടിയിട്ട് അരച്ചെടുക്കണം. ഉഴുന്ന് ഒട്ടും തരിയില്ലാണ്ട് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇഡ്ഡലിക്കാകുമ്പോൾ എപ്പോഴും വെള്ളം കുറവിൽ വേണം അരച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ കണ്ടെയ്നറിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് കൈ വെച്ചിട്ട് ഒരു മിനിമം ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ കൈ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴായിട്ട് നന്നായിട്ട് പുളിച്ച് പൊന്തി വരുള്ളൂ, നല്ല ഫെർമെൻ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റൊക്കെ നന്നായിട്ടിത് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് മൂടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ചൂടുള്ള ഏരിയയിലേക്ക് അടുപ്പൊക്കെ ഇടുന്നുണ്ടെങ്കിൽ, അടുപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ചൂടുവെള്ളത്തിൻ്റെ മുകളിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നേരം വെളുത്തതാ നമ്മൾ ബാറ്റർ നോക്കിയപ്പോൾ കണ്ടില്ല, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നല്ല ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, നല്ല സോപ്പും പത പോലെ നമ്മൾ ഐസ്ക്രീമിൻ്റെ ഒക്കെ തടിച്ച് വെക്കൂലേ, ആ ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ മിക്സ് അടിച്ച് വെക്കുമ്പോൾ കിട്ടുന്ന അതേ രീതിയിൽ പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബാറ്ററും കൂടെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ലെണ്ണ ചേർക്കാനും അതേപോലെ പഞ്ചസാര ചേർക്കാനും മറക്കരുത്. പിന്നെ എന്തായാലും ഇത് നമ്മുടെ ഈ ഒരു പച്ചരിയും ഉഴുന്നും ഫ്രിഡ്ജിൻ്റെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് അരച്ചെടുക്കുന്ന ടൈമിൽ മിക്സി ചൂടാവില്ല, അതുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ബാറ്റർ മാത്രം എടുക്കുക, ബാക്കി നമുക്കിതാ ഞാനൊരു കണ്ടെയ്നറിലാക്കിയിട്ട് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതിലേക്ക് മാത്രം ആ ഒരു ഉണ്ടാക്കുന്ന ടൈമിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് പെട്ടെന്ന് പുളിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പുളി കൂടിയെന്നൊക്കെ പറയുന്നവർക്ക് ഉപ്പിട്ട് വെക്കരുത് കേട്ടോ. നിങ്ങൾ ആ ഒരു ചൂടുന്നത് എപ്പോഴാണോ ആ ഒരു ടൈമിൽ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മളിതാ ഇഡ്ഡലിയുടെ തട്ടിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇഡ്ഡലിച്ചെമ്പിലേക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മുടെ ഇഡ്ഡലിയുടെ തട്ട് വെച്ച് കൊടുക്കുക. അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് തടവി കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടർ തടവി കൊടുക്കുക കേട്ടോ.
എന്നിട്ട് ഇതാ നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് 2 തട്ടിലായിട്ട് ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവി വന്നതിന് ശേഷം മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുക്കാട്ടെ. എന്നിട്ട് ഒരു മിനിമം 5-6 മിനിറ്റ് അത്രയും മതി കേട്ടോ. ഓവറായിട്ട് ഇഡ്ഡലി ഒരിക്കലും കുക്ക് ചെയ്തെടുക്കരുത്. നമ്മൾ ആ പൊന്തി വന്നിട്ടുള്ളതൊക്കെ അതേപോലെ താന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇതാ ചൂടാറിയതിന് ശേഷം നമുക്ക് ആ ഒരു ഇഡ്ഡലി തട്ടിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുക. ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഇഡ്ഡലിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, ഒട്ടും ഇഡ്ഡലി തട്ടിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നല്ല അടിപൊളി പഞ്ഞി പോലത്തെ നല്ല വെള്ള കളറിലുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാറ്റർ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഈ പറയുന്ന ടിപ്സൊക്കെ അതേപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കിടിലൻ സാമ്പാർ കാണിച്ചുതരാട്ടോ. ഒരു തമിഴ്നാടൻ സ്റ്റൈലില് കിള്ളി സാമ്പാർ കാണിച്ചുതരാം. ഇതിന് പച്ചക്കറി ഒന്നും വേണ്ടാട്ടോ. നമുക്ക് പരിപ്പും തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാനൊരു മൺചട്ടി വെക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഒതന്റിക് സ്റ്റൈലിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് ഒരു 2 പിഞ്ച് ചെറിയ ജീരകം, വലിയ ജീരകം അല്ല ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഈ വറ്റൽമുളകാണ് കേട്ടോ. അത് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക. അതിങ്ങനെ കീറിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതാണ് ഈ ഒരു സാമ്പാറിൻ്റെ പ്രത്യേകത. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കീറിയിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു കൈപ്പിടി നിറയെ ചെറിയുള്ളി, ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് ടേസ്റ്റ്. അതും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 2-3 വലിയ വെളുത്തുള്ളിയുടെ അലിയും കൂടെ ഒന്ന് തൊണ്ടോട് കൂടിയിട്ട് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. മാക്സിമം ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ ഉണക്കമുളക് ചേർക്കുമ്പോൾ കുറച്ചധികം തന്നെ ചേർക്കാട്ടോ. അതാണ് മെയിനായിട്ട് ഇതിലുള്ളൊരു എരിവ്. അപ്പം അത് പൊട്ടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഞാൻ ഉള്ളിലേക്ക് ഒന്ന് വാടി വരുന്ന ടൈമിൽ ഒരു തക്കാളി, മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തക്കാളിയും അത്യാവശ്യം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പായിട്ട് തന്നെ പരിപ്പ് ഓൾറെഡി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ തക്കാളിയും കൂടെ വാടി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ 1 ടീസ്പൂണോളം സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കൂടി പോകരുത്. ഇതൊന്നും ഒക്കെ കുറേശ്ശെ മതിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുന്ന ടൈമിൽ ഇതാ കുറച്ച് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതാ ഇതേപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിയും കൂടെ, വാളംപുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ളത്. എന്നിട്ട് വീണ്ടും ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുക്കറിൽ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം ഈ ഒരു രീതിയിൽ പരിപ്പ് വെന്തിട്ടുണ്ടാവണം കേട്ടോ. എങ്കിൽ നല്ലൊരു തിക്നെസ്സും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ സാമ്പാറിന്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സായിട്ട് ഒന്ന് തിളച്ച് വരണം. സിമ്പിളാണ് കേട്ടോ. നമുക്ക് പച്ചക്കറികളൊന്നും ഇല്ലാത്തപ്പോൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കിടിലൻ സാമ്പാറാണ് കേട്ടോ. ഇഡ്ഡലിക്കും ദോശക്കൊക്കെ പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. അതേപോലെ ഒരു തമിഴ്നാട് സ്റ്റൈലിലായിട്ട് നമ്മൾ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നതും. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ലാസ്റ്റ് ഇതാ കുറച്ചധികം മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ എല്ലാം കൂടെ ഒന്ന് തിളച്ച് മിക്സായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ശരിക്കും ഈ ഒരു സാമ്പാറിൽ കായത്തിൻ്റെ പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോൾ എക്സ്ട്രാ ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ചും കൂടെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കുക. വേറെ ഒന്നുമില്ലെങ്കിലും മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ കിടിലനാട്ടോ. നമ്മൾ ഇഡ്ഡലിക്കും ദോശക്കും ഒക്കെ പറ്റിയിട്ടുള്ള ചോറിനാണെങ്കിലും നമുക്ക് ഈ ഒരു സാമ്പാർ അടിപൊളിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇഡ്ഡലിക്കാണ് കേട്ടോ സൈഡായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല പഞ്ഞു പോലത്തെ ഇഡ്ഡലിയും അതേപോലെ ഈ ഒരു സാമ്പാറും നല്ല കുറുകിയിട്ട് നല്ല അടിപൊളിയാണ് ഈ ഒരു സാമ്പാറിൻ്റെ ഫ്ലേവർ, ടേസ്റ്റ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ. ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിലും നമ്മൾ തിരക്കിട്ട് രാവിലെ പണികളൊക്കെ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് അല്ലേ നമ്മളെപ്പോഴും ഫോളോ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്.
അതേപോലെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു അപ്പമൊക്കെ അടിപൊളിയാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. രാവിലെ എഴുന്നേറ്റ് ഒന്ന് കലക്കി അപ്പം തന്നെ ചുട്ടെടുക്കാട്ടെ, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്, കറികളൊന്നും വേണ്ട. അപ്പം ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ റെസിപ്പീസും ഒന്ന് ഫോളോ ചെയ്ത് നോക്കാൻ മറക്കണ്ട. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പം തന്നെ ലൈക്ക് ചെയ്യുക, എന്തായാലും കമൻറ്റ് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.